Hi all, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കലാവിദ്യാഭ്യാസം പഠന സഹായി സ്റ്റാൻഡേർഡ് 7ലെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് പോർഷൻ ആണ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരള PSCക്ക് ആവശ്യമായിട്ടുള്ള കലകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള SCRT ടെക്സ്റ്റ് ബുക്കിന്റെ പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം മറക്കണ്ട. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചിത്രകലയിൽ നിന്നാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. അതിനു മുൻപ് തന്നെ നമ്മൾ ഇതിൽ പഠിക്കുന്നത് പ്രധാനമായിട്ടും ശില്പകലയും അതുപോലെ തന്നെ ചിത്രകലയും ആയിട്ട് ബന്ധപ്പെട്ട പോർഷൻസ് ആയിരിക്കും ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. ബാക്കി സെക്കൻഡ് പാർട്ട് നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും തിങ്കളാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളിൽ 5 മണിക്ക് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ KK ഹെബ്ബാറിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അതിനു മുൻപ് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും രാത്രി 8 PM ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അൺഅക്കാഡമിയിലെ ഫ്രീ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് പഠിക്കാവുന്നതാണ്. ക്ലാസ്സുകളിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റ് ഇഷ്ടമുള്ള അധ്യാപകരിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം. കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, ഫ്രീ ടെസ്റ്റ് സീരീസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ അൺഅക്കാഡമിയുടെ പ്ലസ് ഫീച്ചേഴ്സ് ആണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് 178 രൂപയുടെ അൺലോക്ക്, അതായത് നമ്മളുടെ അൺഅക്കാഡമിയിൽ മോക്ക് ടെസ്റ്റുകൾ 25 സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ അടങ്ങിയിട്ടുള്ള ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഷാഫി I എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഫീസ് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ് സിലബസും അൺലിമിറ്റഡ് PDF നോട്ട്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. റെഗുലർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വേഗം തന്നെ അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുത്ത് പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ചിത്രകലയിൽ നിന്നായിരുന്നു. ചിത്രകലയിലെ KK ഹെബ്ബാർ എന്ന കട്ടിങ്കേരി കൃഷ്ണ ഹെബ്ബാറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹം കർണാടകയിലെ ഉടുപ്പിക്കടുത്തുള്ള കട്ടിങ്കേരി ഗ്രാമത്തിലാണ് ജനിച്ചത്. അപ്പോൾ ചെറുപ്പം മുതലൊക്കെ തൻ്റെ പിതാവ് നിർമ്മിക്കുന്ന ഗണപതി ശില്പങ്ങളൊക്കെ കണ്ടിട്ടായിരുന്നു അദ്ദേഹം വളർന്നിട്ടുണ്ടായിരുന്നത്. ബോംബെ JJ സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നാണ് അദ്ദേഹത്തിന് ചിത്രകലയിൽ പരിശീലനം നൽകിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഉപരിപഠനം പാരീസിലെ അക്കാദമിക് ജൂലിയനിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ രചനയുടെ കരുത്ത് എന്ന് പറയുന്നത് അതിശക്തവും ലളിതവുമായിട്ടുള്ള രേഖകളായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം വരകളിൽ പ്രത്യേകം അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് സാധാരണക്കാരുടെയും അതുപോലെ തന്നെ കർഷകരുടെയും ഒക്കെ ജീവിതമായിരുന്നു അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം ഒരുപാട് വെനീസിലെ ബിനാലെ ഉൾപ്പെടെയുള്ള ഒരുപാട് ലോകോത്തര നിലവാരത്തിലുള്ള പ്രദർശനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ ഉൾപ്പെടെ ഒരുപാട് ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1996 അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഒന്നാണ് കൃഷ്ണ ദ ചാരിയേറ്റർ, അതുപോലെ ലോർഡ് ഓഫ് ദി ലാൻഡ്, കോക്ക് ഫൈറ്റ്, ദ തമാശ ഫോക്ക് ഡാൻസ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ പ്രധാന സൃഷ്ടികളിലാണ്. അപ്പോൾ നമ്മൾ നോക്കി വെക്കേണ്ടത് KK ഹെബ്ബാർ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ചിത്രകലയിലാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ലളിതമായിട്ടുള്ള രേഖകൾ കർഷകരുടെയും അതുപോലെ തന്നെ സാധാരണക്കാരുടെയും ജീവിതം ചിത്രീകരിക്കാനാണ് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള രേഖകൾ ഏതൊക്കെയാണ് നോക്കി വെക്കണം. കൃഷ്ണ ദ ചാരിയോട്ട്, അതുപോലെ ലോർഡ് ഓഫ് ലാൻഡ്, കോക്ക് ഫൈറ്റ്, ദെൻ തമാശ, ഫോക്ക് ഡാൻസ് തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ ചിലകൾ സൃഷ്ടികളാണ്. ഇത് തമാശ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് AS നായരെ കുറിച്ചിട്ടാണ്. അത്തിപ്പറ്റ ശിവരാമൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത്തിപ്പറ്റ ശിവരാമൻ നായർ. നമുക്കറിയാം മലയാളത്തിലെ തന്നെ രേഖാചിത്ര രചനയ്ക്ക് നവമാനം നൽകിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ജയ കേരളത്തിലായിരുന്നു AS ചിത്രം വരച്ചു തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം മാതൃഭൂമിയിലെ ചീഫ് ആർട്ടിസ്റ്റായ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം, VS ഖണ്ടേക്കറുടെ യയാതി, ശ്രീകൃഷ്ണ ആലേഖന ഭുജംഗയന്റെ ദശാവതാരങ്ങൾ, സേതുവിന്റെ നിയോഗം എന്നീ നോവലുകൾക്ക് വരച്ച ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ അസാധാരണമായ പ്രതിഭ വിളിച്ചോതുന്നു. അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രേഖാചിത്ര രചനയ്ക്ക് ഒരു പുതിയ ഉണർവ് നൽകിയ വ്യക്തിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം ആദ്യം ചിത്രം വരച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ജയ കേരളത്തിലാണ്. പിന്നീട് അദ്ദേഹം എന്തായി? മാതൃഭൂമിയിലെ ചീഫ് ആർട്ടിസ്റ്റായ അദ്ദേഹത്തിന്റെ ആരുടെയൊക്കെയാണ്? OV വിജയന്റെ
ഖസാക്കിന്റെ ഇതിഹാസം, VS ഖണ്ടേക്കറുടെ യയാതി, ശ്രീകൃഷ്ണ ആലേഖനത്തിനുള്ള ഭുജംഗയന്റെ ദശാവതാരങ്ങൾ, ഇതൊക്കെ അദ്ദേഹം നോവലുകൾക്ക് വരച്ച ചിത്രങ്ങളാണ്. അപ്പൊ അത്രയൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്തത് യൂസഫ് അറക്കലിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം ജനിച്ചത് ഗുരുവായൂർ അടുത്ത് ചാവക്കാടാണ്. കർണാടക ചിത്രകലാ പരിഷത്തിന് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്ന് കലാപരിശീലനം നേടിയ വ്യക്തിയാണ്. നിഴലും വെളിച്ചവും നാടകീയമായി ഇഴചേരുന്ന ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ ശൈലിയുടെ പ്രത്യേകതകൾ. ഇനി ദേശീയവും ഒപ്പം തന്നെ അന്തർദേശീയവുമായ ഒരുപാട് പ്രദർശനങ്ങൾ അദ്ദേഹം സൃഷ്ടികളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ചിത്രം ഫ്ലോറൻസ് ഇന്റർനാഷണൽ ബിനായിൽ പ്രദർശിപ്പിച്ച അദ്ദേഹത്തിന്റെ ചിത്രമാണ് ലോറൻസോ ഡിമേച്ചി ഗോൾഡ് മെഡൽ നേടുകയും ചെയ്തു. സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതവും രൂപവും ചിത്രീകരിച്ച യൂസഫിന്റെ പ്രമുഖ ചിത്രങ്ങളിൽ പെട്ടവയാണ് പാത്തുമ്മയുടെ ആട്, ശ്രദ്ധിക്കണേ, പാത്തുമ്മയുടെ ആട്, ഗുജാർ നിക്ക എന്നിവ 2016 ഒക്ടോബർ 4 അദ്ദേഹത്തിന് നമ്മളിവിടെ തിരികുകയും ചെയ്തു. അപ്പൊ യൂസഫ് അറക്കൽ ആരുടേതാണ്? പാത്തുമ്മയുടെ ആട് എന്ന നോവൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതാരുടെ? ബഷീറിൻ്റെതാണ് അല്ലെ. എന്നാൽ അദ്ദേഹത്തിന്റെ ചിത്രീകരിച്ച ചിത്രങ്ങളൊന്നാണ് പാത്തുമ്മയുടെ ആട്. നമ്മൾ താഴെ ഇമേജിലൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ശരി, നമുക്കിനി അടുത്തയിലേക്ക് പോകാം. അടുത്ത നമ്മൾ പറയാൻ പോകുന്നതിനെ കുറിച്ചിട്ടാണ്, എറിക് കാർലെയെ കുറിച്ചിട്ടാണ്. എറിക് കാർലെ നോക്കിക്കേ, അദ്ദേഹം അമേരിക്കക്കാരനാണ്. സിറക്സിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളുടെ രചനയാണ്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ചിത്രീകരണം, ഇതൊക്കെയായിരുന്നു പ്രത്യേകമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ മേഖലകള്. ഒപ്പം നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ദ വെരി ഹംഗറി കാറ്റർപില്ലർ എന്ന പുസ്തകം 66 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇതിന്റെ 5 കോടി കോപ്പികളാണ് വിൽക്കപ്പെടുകയും ചെയ്തത്. അദ്ദേഹം 1969 ഈ പുസ്തകം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ 145 മില്യൺ കോപ്പികൾ വിൽക്കപ്പെട്ടിട്ടുണ്ട്. ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ലെഗസി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രധാന സൃഷ്ടികൾ നമുക്ക് നോക്കാം. ദ വെരി ഹംഗറി കാറ്റർപില്ലർ, ദ ഗ്രോച്ചി ലേഡിബഗ്, ബ്രൗൺ ബിയർ, വാട്ട് ഡു യു സീ എന്നിവയാണ്. അപ്പൊ എറിക് കാർലെയുടെ പ്രധാനമായിട്ടുള്ള എന്താണ് അദ്ദേഹത്തിന്റെ സൃഷ്ടികളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് ഓരോരുത്തരുടെയും മേഖലകളും അവരുടെ പ്രധാന കൃതികളും മാത്രം നോക്കി വെച്ചാൽ മതിയാകും. അടുത്തത് പുലക് വിശ്വാസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പുലക് വിശ്വാസ് ഇദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളിലെ ചിത്രകാരൻ എന്ന നിലയിലാണ് പ്രസിദ്ധനായിട്ടുള്ളത്. ഇന്ത്യയിലും യൂറോപ്പിലും സ്വന്തമായും ഗ്രൂപ്പുകളായിട്ടും ഒട്ടേറെ ചിത്ര പ്രദർശനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം 80കളിൽ പുലക് വിശ്വാസ് പരസ്യ ഗ്രാഫിക്സ് ഉപേക്ഷിച്ച കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ ന്യൂദില്ലിയിലെ ചിൽഡ്രൻസ് ബുക്ക് പ്രസിദ്ധീകരിച്ചു ചെയ്യുന്നു. അങ്ങനെ 1992-3 ദീപ അഗർവാൾ എഴുതിയ അശോകിന്റെ പുതിയ സുഹൃത്ത് എന്ന പുസ്തകത്തിലെ ചിത്രങ്ങൾക്ക് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വെങ്കിയെ കുറിച്ചിട്ടാണ്. കേരളീയക്കാരനാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ താരക്കോട് ആണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം വെങ്കിടാചെല്ലം എന്നാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം. ഇദ്ദേഹത്തിന്റെ പ്രത്യേക ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിത്രീകരണ രംഗത്തെ പ്രമുഖനാണ്. ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഒരുപാട് പ്രസാധകർക്കായിട്ട് 100-ൽ പരം പുസ്തകങ്ങൾ ചിത്രീകരണം ചെയ്ത വ്യക്തിയാണ്. കഴിഞ്ഞ 28 വർഷമായി തുടരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിത്രീകരണത്തിനും രൂപകൽപ്പനയ്ക്കുമിടയിൽ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഭിന്നശേഷിക്കാരായ കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊടുത്തുകൊണ്ടാനുള്ള വെങ്കിയുടെ പ്രവർത്തനം ശ്രദ്ധേയമാണ്. അപ്പൊ ഇദ്ദേഹമൊക്കെ ചിത്രകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിത്രീകരണ രംഗത്തിലാണ് ഇദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്, ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മീര മുഖർജിയെ കുറിച്ചിട്ടാണ്. ശില്പകലയുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. 1923 കൊൽക്കത്തയിലാണ് ജനിക്കുന്നത്. അപ്പോൾ ഈ മീര മുഖർജി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, അവനീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവനീന്ദ്രനാഥ് ടാഗോറിൽ നിന്നും കലയിലാണ് പ്രാഥമിക പരിശീലനം നൽകിയിട്ടുള്ളത്. കൊൽക്കത്തയിലാണ് പഠിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കലാപഠനം, പെയിന്റിങ്, ഗ്രാഫ്സിങ്, ശില്പം എന്നിവയിൽ ഡിപ്ലോമ നേടുകയും ചെയ്തിട്ടുണ്ട്. ബംഗാളി ശില്പകലയിൽ ആധുനിക കൊണ്ടുവരുന്നതിലായിരുന്നു പ്രമുഖയായിരുന്നു വ്യക്തി. ഛത്തീസ്ഗഡിലെ ബസ്തർ പാരമ്പര്യ ശില്പകലാ സമ്പ്രദായത്തിൽ മീര പരിശീലനം നേടിയിട്ടുണ്ട്. കലയ്ക്ക് നൽകിയ സംഭാവനകൾ 1992 പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. മീര മുഖർജി 75-ാം വയസ്സിൽ അന്തരിച്ചു.
അപ്പൊ നമുക്ക് നോക്കാം. മീര മുഖർജി ഏത് മേഖലയിലാണ് പ്രശസ്തയായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശില്പകലയിലാണ് കേട്ടോ. ഒപ്പം തന്നെ കലാപഠനം, പെയിന്റിങ്, ഗ്രാഫ്റ്റിംഗ്, ശില്പം എന്നിവയിൽ ഡിപ്ലോമ നേടുകയും ചെയ്ത വ്യക്തിയാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അനില ജേക്കബിനെ കുറിച്ചിട്ടാണ്. അനില ജേക്കബ് കോട്ടയംകാരിയാണ്. ചെന്നൈ കോളേജിൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിൽ ചേർന്നിട്ട് ഒന്നാം ക്ലാസ്സിൽ ഒന്നാം റാങ്കോടെ ബിരുദം നേടുകയും ചെയ്തു. KCS പണിക്കറാണ് ഇവരുടെ പ്രധാന ഗുരു. അപ്പം KCS പണിക്കരുടെ ശിഷ്യയാണ് അനില ജേക്കബ്. ഓക്കെ. ഒപ്പം തന്നെ 1963 വാഷിംഗ്ടൺ DC നടന്ന ചീന കളിമൺ ശില്പ കലാ പ്രദർശനത്തിൽ അനില പങ്കെടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മൾ പറയുവാണെങ്കിൽ ശില്പയ്ക്ക് 1965 അനിലയ്ക്ക് ശില്പകലയ്ക്കുള്ള പ്രസിഡന്റിന്റെ അവാർഡ് ലഭിക്കുകയും ചെയ്തത്. ഓക്കെ. ഇനി അടുത്ത അനില ജേക്കബ് ശില്പകലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇനി നോക്കിക്കേ, നമ്മൾ പറഞ്ഞ ഇതിൽ പ്രത്യേകിച്ച് നടന്ന ഒരു കാര്യം കൂടെ നോക്കിക്കോണം. ജപ്പാനിൽ വെച്ച് നടന്ന എക്സ്പോയിൽ 70 ഇന്ത്യ ഗവൺമെന്റ് അനിലയുടെ 1/3 എന്ന ശില്പം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പല രീതിയിൽ പ്രതിഭ തെളിയിച്ച 112 വനിതകളെ പ്രഥമ വനിത എന്ന പേരിൽ രാഷ്ട്രപതി 2018 ആദരിച്ചു. അവിടെ നോക്കിക്കേ, വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച 112 വനിതകളെയാണ് ഏത് പേരിലാണ് പ്രഥമ വനിതകൾ എന്ന പേരിൽ രാഷ്ട്രപതി 2018 ആദരിക്കേണ്ടത്. ഇനി കേരള സർക്കാർ ചിത്രകലാ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാ? രാജാരവിവർമ്മ പുരസ്കാരമാണ്. രാജാരവിവർമ്മ പുരസ്കാരം. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ അവസാനമായിട്ട് പറയാൻ പോകുന്നത് ബാലൻ നമ്പ്യാരെ കുറിച്ചിട്ടാണ്. കണ്ണൂർക്കാരനാണ് അദ്ദേഹം. പ്രധാനമായിട്ടും കളിമണ്ണിൽ ശില്പ നിർമ്മാണം ആരംഭിച്ച അദ്ദേഹം പിന്നീട് കോൺക്രീറ്റിലും കല്ലിലും ഇരുമ്പിലും വെങ്കലും സ്റ്റെയിൻലെസ് സ്റ്റീലിലും എല്ലാ ലോഹങ്ങളിലും ശില്പം നിർമ്മിച്ച വ്യക്തിയാണ്. ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിൽ അദ്ദേഹത്തിന്റെ ശില്പങ്ങൾ പല സ്ഥലത്തും തലയുയർത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒപ്പം നോക്കിക്കേ, ഡൽഹി സാദിഖ് നഗറിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സമുച്ചയത്തിലെ സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റഡ് എന്ന 21 അടി ഉയരമുള്ള സ്റ്റീൽ ശില്പം, ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിലെ 17 അടി ഉയരമുള്ള ശില്പം, ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ വലംപിരി ശംഖിന്റെ സ്റ്റീൽ ശില്പം, ഇവയെല്ലാം അദ്ദേഹത്തിന്റെ കരുത്തിന്റെ തെളിവുകളാണ്. അപ്പം സ്റ്റീൽ ശില്പ നിർമ്മാണ പ്രാഗൽഭ്യം അദ്ദേഹത്തെ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡിന് ഇടം നേടി. ഇനി ദക്ഷിണേന്ത്യയിലെ പടിഞ്ഞാറൻ തീരത്തെ ക്ഷേത്രകളികളെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുറമെ തന്നെ അദ്ദേഹം പെയിന്റിങ്ങിലും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയിലും പ്രതിഭ തെളിയിച്ച വ്യക്തിയാണ്. തെയ്യത്തിന്റെ മുഖത്തെഴുത്ത്, മുഖംമൂടി, കളംപാട്ട് എന്നിവയുമായി ബന്ധപ്പെട്ട 12,000 ഫോട്ടോകൾ നമ്പ്യാരുടെ ശേഖരത്തിലുണ്ട്. തെയ്യത്തെക്കുറിച്ചും 26 ക്ഷേത്ര കലകളെക്കുറിച്ചും നടത്തിയ പഠനങ്ങൾ പുസ്തകങ്ങളായിട്ടുണ്ട്. 2015 രാജാ രവിവർമ്മ പുരസ്കാരം, അക്കാദമിക് ഗവേഷണത്തിനായിട്ട് 83-85 നെഹ്റു ഫെലോഷിപ്പ്, അതുപോലെ 82-83 കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ സീനിയർ ഫെലോഷിപ്പ്, 1981 അവധേശി അവാർഡ്, ന്യൂഡൽഹിയിലെ ലളിത് കലാ അക്കാദമി അവാർഡ് തുടങ്ങിയവ നേടിയിട്ടുണ്ട്. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ താമസിക്കുന്നു. അപ്പോൾ ബാലൻ നമ്പ്യാർ ഏതാണ്? ശില്പകലയിൽ വൈവിധ്യം നേടിയ വ്യക്തിയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ശില്പങ്ങൾ എവിടെയാണ് എന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നമുക്കിത് ശില്പം തന്നിട്ട് ഇത് ആരുടേതാണെന്ന് ചോദിക്കാം. എന്ന് ചോദിച്ചാൽ ആരുടേതാണ്? ബാലൻ നമ്പ്യാരുടേതാണ്. നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു പോകുമ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം നോട്ട് ചെയ്ത് ഒരു പേജിൽ തന്നെ നമ്മുടെ ക്ലാസ് ഫുള്ളും ആർട്സിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ആൻഡ് താങ്ക് യു.